ഇതിൽ ഇനി പഠിച്ചെന്ന് പറയുന്നത് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ ദവിൽ കുർബ എന്ന് പറയുന്നുണ്ട്. നമ്മളുടെ ക്ലോസസ്റ്റ് റിലേറ്റീവ്സിനാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. പ്രയോറിറ്റി അങ്ങനെ ആയിരിക്കും. നമ്മളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് ഹു ആർ ഇൻ ട്രബിൾ, അവരെയാണ് നമ്മൾ ആദ്യം ഹെൽപ്പ് ചെയ്യേണ്ടത്. പിന്നെ യു എക്സ്റ്റെൻഡ് ഇറ്റ്. ഇനി നമ്മുടെ നെയ്ബേഴ്സ് ഉണ്ടാവും, ഇവരെല്ലാം നമ്മുടെ ക്ലോസസ്റ്റ് ആൾക്കാരാണ്. നെയ്ബേഴ്സിന് നമ്മളുടെ മേലിൽ റൈറ്റ് ഉള്ള ആൾക്കാരാണ്. ഓക്കെ, സോ ഡോണ്ട് ഇഗ്നോർ യുവർ നെയ്ബേഴ്സ്, യു വിൽ ബി ഇൻ ട്രബിൾ, നോ ഡൗട്ട്. അപ്പോൾ നമ്മളുടെ ക്ലോസ് ആൾക്കാർക്കാണ് നമ്മൾ പൈസ ആദ്യം കൊടുക്കേണ്ടത്. ദെൻ യു ക്യാൻ ഗോ ഔട്ട് ഓഫ് ഇറ്റ്, പ്രശ്നമില്ല. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് യത്തീം മക്കൾക്കാണ്. യത്തീം മക്കൾ എന്ന് പറയുമ്പോൾ ഹൗ ഡു യു നോ ഈ യത്തീം മക്കൾ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് അറിയുക? അവിടെയാണ് പഠിച്ചോൻ കമ്മ്യൂണിറ്റി ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾക്ക് ഇസ്ലാമിൽ കമ്മ്യൂണിറ്റി ലൈഫിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് പഠിച്ചോൻ എല്ലാവരോടും ആണുങ്ങളോട് പള്ളി പോയി നിസ്കരിക്കാൻ പറയുന്നത്. പള്ളി പോയി നിസ്കരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ടെൻഡ് ടു മീറ്റ് പീപ്പിൾ. അവിടെ ആൾക്കാർ വരുന്നു, നമ്മളുടെ ആ ഏരിയയിലുള്ള ആൾക്കാർ വരുന്നു. ആൾക്കാർ വരുമ്പോൾ നമ്മൾ അവരോട് സംസാരിക്കണു, ആ സലാം പറയണു, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കണു. പിന്നെ അപ്പം അവിടെ അവർക്ക് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെല്ലാം അറിയണു. ആ കമ്മ്യൂണിറ്റിയിൽ നടക്കണ എന്താണ്, എത്ര പേർക്ക് ബുദ്ധിമുട്ടുണ്ട്, ആരൊക്കെ സുഖമില്ലാതിരിക്കുന്നു, ആർക്കൊക്കെ ഹെൽപ്പ് വേണം, ആരുടെയൊക്കെ പാരൻസ് മരിച്ചുപോയി, യത്തീം മക്കൾ എത്രയുണ്ട്, ആരുടെയൊക്കെ എഡ്യൂക്കേഷനിൽ പൈസ ഇല്ലാതിരിക്കുന്നു, ആ കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെയാണ് ആ കമ്മ്യൂണിറ്റിയിൽ കുറവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നത് ത്രൂ കമ്മ്യൂണിറ്റി ലൈഫ്. ദാറ്റ് ഈസ് വെൻ യു ഗോ ടു ദ മസ്ജിദ്. അതുകൊണ്ടാണ് പഠിച്ചൻ വൺ ഓഫ് ദ റീസൺസ് ഫോർ ഗോയിങ് ടു ദ മസ്ജിദ്. അപ്പോൾ യത്തീം മക്കളെ സഹായിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ് പഠിച്ചൻ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് യു ഫൈൻഡ് ഇറ്റ് ഔട്ട് ത്രൂ യുവർ കമ്മ്യൂണിറ്റി ലൈഫ്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് വാട്ട് ഹി സേസ് ഇസ് മസാക്കീൻ. മസാക്കീൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവരല്ല, പീപ്പിൾ ഹു ആർ സ്റ്റക്ക് സഡൻലി വിത്ത് കലാമിറ്റീസ്. ഇപ്പോൾ ഒരു നന്നായിട്ട് ജീവിച്ചു പോകുന്ന ഒരു കുടുംബം, അവർക്ക് പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് വന്നു, അവർക്ക് എല്ലാവർക്കും ചികിത്സിക്കാൻ കാശ് വേണ്ടി വന്നു, ഉള്ള കാശ് മുഴുവൻ വന്നു, അവരവരുടെ പറമ്പൊക്കെ വിറ്റു ചികിത്സിക്കാൻ പെട്ടെന്ന് നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലിയാണ്. ഇതെല്ലാവർക്കും സംഭവിക്കാവുന്നതാണ് കേട്ടോ. പ്ലീസ് റിമെമ്പർ ദാറ്റ്, യുനോ, ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് എ ജോക്ക്. പഠിച്ചവന് മാത്രമേ ഉള്ളൂ എന്താ എപ്പോൾ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സംഭവിച്ച് സ്റ്റക്കായി. പക്ഷെ അവർക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടായിരുന്ന ആളാണ്, പക്ഷെ അവർക്ക് പെട്ടെന്ന് പൈസ ഇല്ലാതായിപ്പോയി. അപ്പോൾ അങ്ങനെ സ്റ്റക്കായി. പക്ഷേ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പാവപ്പെട്ടവരായിട്ട് ജീവിച്ച ആൾക്കാരല്ല, ഇവർ ഡീസൻ്റായിട്ട് അത്യാവശ്യം കുറച്ച് ഡിഗ്നിറ്റിയിൽ ആ സമൂഹത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. പക്ഷെ അവർക്ക് ഒരാളോട് പോയി ചോദിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഇമാജിൻ, നമ്മളായാലും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കില്ലേ പോയി ചോദിക്കാനായിട്ട് ആൾക്കാരുടെ അടുത്ത്, എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പൈസയുടെ ആവശ്യമുണ്ടെന്ന്. അങ്ങനെയുള്ളവരെ നമ്മൾ അറിഞ്ഞ് സഹായിക്കാൻ, എന്തൊരു ബ്യൂട്ടിഫുൾ അല്ലേ ഇസ്ലാം, സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ളവരെ നമ്മൾ തപ്പിപ്പോയി കണ്ടുപിടിക്കണം. അവർ ചോദിക്കില്ല. യു ഹാവ് ടു ഗോ ടേക്ക് യുവർ മണി ആൻഡ് ഗിവ് ഇറ്റ് ടു ദം ആൻഡ് ടോക്ക് ടു ദം പ്രോപ്പർലി. അവരെ സ്നേഹത്തോടെ സംസാരിക്കുക, സ്നേഹത്തോടെ സംസാരിച്ച് അവരെ ഹെൽപ്പ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇതിപ്പോൾ ആക്സിഡൻസ് മാത്രമല്ല കേട്ടോ, ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടും. ഇപ്പം പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു, നല്ല ജോലിയിൽ പോയിരുന്ന ആളെ ജോലി നഷ്ടപ്പെട്ടു, പെട്ടെന്ന് കാശില്ലാതാവുക, അല്ലെങ്കിൽ പാരൻസ് മരിച്ചുപോയി, പക്ഷെ പാരൻസ് ഒരുപാട് കടം വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു, മനസ്സിലായില്ല, അപ്പോൾ അതവർക്ക് വീട്ടേണ്ടി വന്നു. അപ്പോൾ സഡൻലി പെട്ടെന്ന് അവർ ഇതായി. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇഷ്യൂസ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതാണ്, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം പെട്ടെന്നൊരു വലിയ പ്രശ്നം വന്നു, പെട്ടെന്ന് ദാരിദ്ര്യമായി, പക്ഷേ അവരുടെ ഡിഗ്നിറ്റി ആരെയും അവർക്ക് ആൾക്കാരോട് ചോദിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് നമ്മൾ സഹായിക്കുക, വാട്ട് എവർ ദ റീസൺ ബി. അടുത്ത പോയിന്റ് ട്രാവലേഴ്സാണ്, യാത്രക്കാരാണ്. അത് ഇപ്പം എത്രത്തോളം നമ്മളുടെ ഈ കാലത്ത് അത് ആപ്ലിക്കബിൾ ആണെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ നിങ്ങളിലും താമസിക്കുന്ന ഏരിയയിലേക്ക് നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ പരിചയക്കാരോ ആരെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഹോസ്റ്റ് ദം ഇൻ യുവർ ഹൗസ്. അത് വേണമെങ്കിൽ അവർക്ക് നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ അവർ പൈസയ്ക്ക് പെട്ടെന്ന്. ഇപ്പം ട്രാവലിംഗ് ആകുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇതിൽ ATM കാർഡും അതും ഇതൊക്കെ ഉള്ളതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. ഇത് അന്നത്തെ ഒരു സാഹചര്യം വെച്ചിട്ടാണ് കൂടുതൽ ഇത് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഇപ്പോഴും ചില സിറ്റുവേഷൻസിൽ ഇത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അങ്ങനെ ട്രാവലിംഗ് സ്റ്റക്കാവുന്ന ആൾക്കാർ, പാവപ്പെട്ടവരും ഉണ്ടാവുമല്ലോ, സ്റ്റക്കാവുന്നവർ, യാത്ര ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാവുന്നില്ലേ, നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ സൗകര്യം കൊടുക്കുക. അത് ആൾക്കാരെ നോക്കിയിട്ട് വേണം. ഇപ്പോഴത്തെ കാലം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ വേറെ ഹെൽപ്പ്, ഒരു യാത്ര ചെയ്യുന്ന ആൾക്കാരെ സഹായിക്കുക എന്നുള്ളതാണ് പടച്ചോൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. പിന്നെ അടുത്തത് ദോസ് ഹു ആസ്ക് ഫോർ ഹെൽപ്പ്. ആരെങ്കിലും സഹായം ചോദിക്കുകയാണെങ്കിൽ മേജർ എന്തെങ്കിലും ഇഷ്യൂ, ഒരു കടം വരികയോ അങ്ങനെ എന്തെങ്കിലും വന്ന് സഹായം വന്ന് ചോദിക്കുന്ന ആൾ പക്ഷേ ജെനുവിൻ ആണോ എന്ന് നോക്കിയിട്ട് സിൻസിയറായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് പടച്ചോനുള്ള കാര്യമാണ്. എസ്റ്റാബ്ലിഷ് പ്രെയർ. നമ്മൾ നിസ്കരിക്കുക, നിസ്കാരം കറക്റ്റാക്കുക. ഓക്കെ, അതാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഗിവ് സക്കാത്ത്. ഈ സക്കാത്ത് എന്ന് പറയുന്നത്
അപ്പോൾ നമ്മൾ വിചാരിക്കില്ലേ ഇതിനു മുമ്പ് പഠിച്ചവൻ വെൽത്ത് കൊടുക്കുന്ന കാര്യം പൈസ കൊടുക്കുന്ന കാര്യമുള്ള പറഞ്ഞത്, അപ്പോൾ ഇപ്പോൾ സക്കാത്ത് ഇങ്ങനെ വന്നു എന്ന്. പക്ഷേ സക്കാത്ത് എന്ന് പറയുന്നതും ആ വെൽത്ത് കൊടുക്കുന്നതും രണ്ട് കാര്യങ്ങളാണ്. അത് എക്സ്ട്രാ മണി കൊടുക്കുന്നതാണ്. സക്കാത്ത് നമ്മൾ കൊടുത്തേ പറ്റൂ. അള്ളാഹ് ഹാസ് നോട്ട് ഗിവൻ യു എനി ഓപ്ഷൻ. സക്കാത്ത് കൊടുക്കേണ്ടത് നമ്മളുടെ ഓബ്ലിഗേഷനാണ്. യു വിൽ ബി ആസ്ഡ് വെൻ യു ഡൈ ആൻഡ് റീച്ച് ഇൻ ഫ്രണ്ട് ഓഫ് അള്ളാഹ്, യു വിൽ ബി ആസ്ഡ് അബൌട്ട് യുവർ സക്കാത്ത്. അതുകൊണ്ട് സക്കാത്ത് ഒരു തമാശയായിട്ട് ആരും എടുക്കരുത്. സക്കാത്ത് നമ്മളുടെ പൈസയല്ല. എത്ര എമൗണ്ട് പൈസയാണ് സക്കാത്ത് നമ്മളുടെ വരുമാനത്തിൽ നിന്ന് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ പൈസ നമ്മുടെ പൈസയല്ല. അതാണ് എപ്പോഴും മനസ്സിലാക്കേണ്ടത്. ദാറ്റ്സ് നോട്ട് യുവർ മണി. അത് വേറൊരാളുടെ പൈസ നമ്മൾ കൈ പിടിച്ച് വെച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് അഴുക്കാണത്. അത് അഴുക്കാണ്. നമ്മളുടെ ജീവിതത്തിൽ അതുകൊണ്ട് പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. മക്കൾക്ക് അസുഖം വരും, അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരും. ആ പൈസ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യു വിൽ ഹാവ് ഓൾ സോർട്സ് ഓഫ് പ്രോബ്ലം ഇൻ യുവർ ലൈഫ്. അപ്പോൾ ആ അഴുക്ക് നമ്മളുടെ പൈസയിൽ നിന്ന് അതെടുത്ത് മാറ്റുകയാണ്. അപ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്? ആ അഴുക്ക് നമ്മളുടെ പൈസയിൽ നിന്ന് മാറ്റുമ്പോൾ യു ആർ പ്യൂരിഫൈങ് യുവർ മണി. നിങ്ങളുടെ പൈസ നിങ്ങൾ പ്യൂരിഫൈ ചെയ്ത് അത് പ്യുവറാക്കുകയാണ്. ദാറ്റ് ഈസ് വാട്ട് യു മീൻ ബൈ സക്കാത്ത്. ഗോട്ട് ഇറ്റ്? ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് പഠിച്ചവൻ പറയുന്നത്. നമ്മൾ വളരെ സിമ്പിളായിട്ട് എടുക്കുന്ന ഒരു പോയിൻ്റാണ്. എന്താണെന്ന് വെച്ചാൽ കീപ്പ് യുവർ കമ്മിറ്റ്മെൻറ്റ്സ്. നിങ്ങൾ ഒരാൾക്കൊരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പാലിക്കുക. ഒരാളൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാതിരിക്കുക. ഒരാളൊരു കാര്യം നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ അത് സൂക്ഷിക്കുക. അതേ രീതിയിൽ അത് തിരിച്ചു കൊടുക്കുക. കീപ്പ് യുവർ പ്രോമിസ്. കീപ്പ് യുവർ പ്രോമിസസ്. വെരി 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 ഇമ്പോർട്ടൻ്റ് ഇൻ ഇസ്ലാം. ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് എ ജോക്ക് പ്ലീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. പഠിച്ചവൻ ചോദിക്കുക നമ്മളോട്. ഇപ്പം നിങ്ങളൊരു പ്രോമിസ് ഒരാളുടെ അടുത്ത് ചെയ്ത് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇൻഫോം ദാറ്റ് പേഴ്സൺ. ഡ്യൂ ടു ദീസ് റീസൺസ് ഐ കുഡ് നോട്ട് ഫുൾഫിൽ യുവർ പ്രോമിസ്. പ്ലീസ് ഫോർഗീവ് മീ ഓർ ഡു വാട്ട് എവർ ഇസ് നീഡഡ് ടു കോമ്പൻസേറ്റ് ഇറ്റ്. ഇത് സോൾവ് ചെയ്തിരിക്കണം. പ്രശ്നം സോൾവ് ചെയ്തിരിക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈവൻ കുഞ്ഞു കാര്യമായ പോലും ഒരു മിഠായി ഒരു കൊച്ചിന് വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോലും ഫുൾഫിൽ ദാറ്റ് പ്രോമിസ് ഈവൻ ടുവേർഡ്സ് യുവർ ചിൽഡ്രൻ. അത് കണ്ടിട്ടാണ് പിള്ളേർ വളരുന്നത്. മനസ്സിലായില്ലേ? യു ഷുഡ് ബി ട്രെയിനിങ് യുവർ ചിൽഡ്രൻ ഇൻ ദാറ്റ്. അൽഹംദുലില്ലാ എൻ്റെ മോൻ പ്രോമിസ് പറയൂല കേട്ടോ. അങ്ങനെ അതെന്താണെന്നറിയില്ല, എങ്ങനെയോ സംഭവിച്ചു പോയതാണ്. അൽഹംദുലില്ലാ അവനോട് ഞാൻ പറയും, രാത്രി അവനിത് പഠിക്കുകയാണെങ്കിൽ ഞാൻ അവനോട് എടാ 11 o'clock കഴിഞ്ഞാൽ നീ ഉറങ്ങിക്കൊള്ളണം, നിസ്കരിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ, നീ നിസ്കരിക്കോ എന്ന് ചോദിക്കും. അപ്പോൾ അവനിങ്ങനെ നോക്കും. അപ്പോൾ ഞാൻ പറയാം എടാ പ്രോമിസ് വേണം, എനിക്ക് പ്രോമിസ് വേണം. അപ്പം നോ ഐ വിൽ നോട്ട് ഗിവ് യു പ്രോമിസ് പറയും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു പേടിയെങ്കിലും അവനുണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് ആ പേടിയെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ പ്രോമിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചെറുതായാലും വലുതായാലും. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പീപ്പിൾ ഷുഡ് ബി വെരി 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 ക്ലിയർ ആയിരിക്കണം ഇസ്ലാമിൽ. നമുക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാൻ പാടില്ല. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ദ ലാസ്റ്റ് പഠിച്ചവൻ പറഞ്ഞിരിക്കുന്നത് ദോസ് ഹു ആർ പേഷ്യൻറ്റ് ഡ്യൂറിങ് കലാമിറ്റി. നമ്മളുടെ ലൈഫിൽ ഇഷ്യൂസ് വരുമ്പോൾ, ഇഷ്യൂസ് വന്നും പോയിക്കൊണ്ടിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം, ബിഗ് ഇഷ്യൂസ് സ്മോൾ ഇഷ്യൂസ് എല്ലാവരുടെ ലൈഫിലും. ഈ ലോകം തന്നെ നമുക്കൊരു ടെസ്റ്റാണ്. അപ്പോൾ ഈ ടെസ്റ്റ് തന്നിരിക്കുന്നത്, ഈ കലാമിറ്റീസും ഇഷ്യൂസും നമ്മുടെ ലൈഫിൽ തന്നിരിക്കുന്നത് പഠിച്ചവൻ നമ്മളെ ടെസ്റ്റ് ചെയ്യാണ്. വെദർ യു ആർ പേഷ്യൻറ്റ്, നമ്മൾ സബറോടുകൂടി ആ ഒരു ഇഷ്യൂവിനെ സോൾവ് ചെയ്യാൻ എടുക്കുന്നുണ്ടോ, അതോ നമ്മൾ പഠിച്ചവൻ ശരിയല്ല, പഠിച്ചവനാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്, പഠിച്ചവൻ അറിയില്ല, നമുക്കേ അറിയുള്ളൂ എന്ന് പറഞ്ഞ് പഠിച്ചവൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നാട്ടുകാരുടെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്ത് മൊത്തം പ്രശ്നമാണ്, ജീവിതം മുഴുവൻ പ്രശ്നമാണ്, എന്ന് ശരിയാവണില്ല, എല്ലാ പ്രശ്നങ്ങളാണ്. ഇങ്ങനെയൊക്കെ ഡയലോഗ് പറഞ്ഞ ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? പണ്ടൊക്കെ ഞാനും കുറച്ചൊക്കെ പറയുമായിരുന്നു കേട്ടോ, ഇത് ശരിയാവാത്തതെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഐ ഹാവ് ടോട്ടലി ചേഞ്ച്ഡ്. ഇപ്പോൾ എന്ത് വന്നാലും ഡെഫിനറ്റ്ലി നമുക്കൊരു ടെൻഷൻ ഡെഫിനറ്റ്ലി വരും. പഠിച്ചോനെ ഇതെന്ത് ഇങ്ങനെയൊക്കെ വന്നേക്കണമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ പിന്നെ ആയിരിക്കും പഠിച്ചോനെ അള്ളാഹ് ഹാസ് എ പ്ലാൻ ആൻഡ് അള്ളാഹ്സ് പ്ലാൻ ഈസ് എ ബെസ്റ്റ് പ്ലാൻ. അങ്ങനെ അത് ചിന്തിക്കാനുള്ള ഒരു മനസ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ എപ്പോഴും വിചാരിക്കുക പഠിച്ചോൻ എന്ത് ലൈഫിൽ വലിയ പ്രശ്നമാണ് ചെറിയ പ്രശ്നമാണ് തന്നു കഴിഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലെങ്കിൽ ഖദറല്ലാ മാഷാ ഫാല, എന്തായാലും പടച്ചവൻ്റെ അടുത്തു നിന്നാണ് ഇത് പറഞ്ഞത്. ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് പടച്ചോൻ ഈസ് 70 times more merciful than the mother. ഓക്കെ, അപ്പോൾ മദർ വിൽ നെവർ ഹാം യുവർ ചൈൽഡ്. ഓക്കെ, അപ്പോൾ ഒരു ഉമ്മ മക്കളോട് ഒരു കാരണവശാലും ഉപദ്രവിക്കില്ല. അപ്പോൾ 70 പ്രാവശ്യം കൂടുതൽ സ്നേഹമാണ് പഠിച്ചവന് നമ്മളോട്. അപ്പോൾ ഒരു കാരണവശാലും പഠിച്ചവന് നമ്മളുടെ ചീത്ത വേണ്ട. ഹി ഓൾവേസ് വാണ്ടഡ് ഗുഡ് ഫോർ യു. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ചീത്ത തന്നിരിക്കുന്നത് ഫ്യൂച്ചറിൽ നമുക്കൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പഠിച്ചവന് എന്തോ ഒരു അടിപൊളി പ്ലാൻ ഉണ്ട്. ദർ ഇസ് എ വിസ്ഡം ബിഹൈൻഡ് ഇറ്റ്. സോ വെയിറ്റ് ഫോർ ദാറ്റ് പ്ലാൻ ആൻഡ് വെയിറ്റ് പേഷ്യൻ്റ്ലി. ദാറ്റ് ഈസ് വാട്ട് ഹിയർ ഈ ആയിൽ പറയുന്നത്. ദോസ് ഹു ആർ പേഷ്യൻറ്റ് അറ്റ് ടൈംസ് ഓഫ് പ്രോബ്ലംസ്.
മനസ്സിലായ? അതേപോലെ അപ്പോൾ പടച്ചവനോട് നമ്മൾ ആ സിറ്റുവേഷനിൽ കൂടുതൽ അടക്കുക. പടച്ചവനെ എന്തോ പ്ലാൻ ഉണ്ട്, പക്ഷെ നമുക്ക് ദ്വാരക്കാം. പടച്ചവനോട് പറയാം, പടച്ചവനെ പ്ലീസ് ഇതൊന്ന് മാറ്റിത്താ പടച്ചവനെ എന്നൊക്കെ നമുക്ക് പറയാം. അതെല്ലാം പറയാം, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ കംപ്ലെയിൻ ചെയ്യാൻ പാടില്ല. പടച്ചവനെ ഇതിനെ നിങ്ങൾ ചെയ്ത്, പടച്ചവൻ അങ്ങനെ ചെയ്ത് ഇനി ശരിയാവില്ല, അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. എന്താണെന്ന് വെച്ചെങ്കിൽ പടച്ചവനപ്പോൾ വിവരമില്ല എന്നുള്ള രീതിയിലാണ് അപ്പം നമ്മൾ പറയുന്നത്. അവിടെ അതാണ് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പം നന്നായിട്ട് പടച്ചോനെ ദ്വാരക്ക, പടച്ചോനെ ഇതൊന്ന് സിറ്റുവേഷൻ മാറ്റിത്തരാ, എനിക്കിത് താങ്ങാനുള്ള ശക്തി തരിക പടച്ചോനെ. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സിറ്റുവേഷനേക്കാളും ഇത് താങ്ങാനുള്ള ശക്തി എനിക്ക് തരണേ പടച്ചോനെ എന്നുള്ള ദുആയും സിറ്റുവേഷൻ മാറ്റി തരാനും എല്ലാം നമുക്ക് ദുആ ചെയ്യാം. പക്ഷേ നോ കംപ്ലെയിനിങ്. ഓക്കെ? ആൻഡ് ഈ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ എൻ്റെ ജീവിതം മുഴുവൻ പ്രശ്നമാണ് ഇങ്ങനെ ഒന്നും പറയാൻ. സേ അൽഹംദുലില്ലാ ഇഫ് യു ഹാവ് എ പ്രോബ്ലം. സേ അൽഹംദുലില്ലാ ഇഫ് യു ഹാവ് എ വെരി ഗുഡ് തിങ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്. രണ്ട് സമയത്ത് നമ്മൾ അൽഹംദുലില്ലാ പറയാനുള്ള ലെവലിലേക്ക് നമ്മൾ വരണം ഇൻഷാ അള്ളാഹ്. ഓക്കെ? അപ്പോൾ ഈ ആയയുടേത് കഴിഞ്ഞു. അപ്പോൾ ഈ ആയയിൽ പടച്ചൻ ഡെഫിനിഷൻ ഓഫ് എ ഗുഡ് പേഴ്സൺ ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ക്വാളിറ്റീസ് പറഞ്ഞു. ആദ്യം അൺസീനിലുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മൾ ആൾക്കാരെ സഹായിക്കേണ്ടത്, ഓഫൻസ്, ട്രാവലേഴ്സ്, ദെൻ എന്താണ് ശരിക്കും എമർജൻസി ആൾക്കാർ, പെട്ടെന്ന് സ്റ്റക്കായിട്ടുള്ള ആൾക്കാർ, പിന്നെ നിസ്കരിക്കുന്ന കാര്യം, സക്കാത്തിൻ്റെ കാര്യം, ട്രസ്റ്റ് കീപ്പ് ചെയ്യുന്ന കാര്യം, പ്രോമിസ് കീപ്പ് ചെയ്യുന്ന കാര്യം, പിന്നെ പേഷ്യൻ്റായിട്ട് ഇഷ്യൂസ് വരുമ്പോൾ നിൽക്കുന്ന കാര്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം ഞാൻ പറയാം, ഈ പറയുന്ന കാര്യങ്ങൾ ഈ ലെവലിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി വെരി ഹാർഡ് ഫോർ എ നോർമൽ ഹ്യൂമൻ ബീങ്. ബട്ട് പടച്ചവൻ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഇങ്ങനെ ആവണം എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ദിസ് ഇസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ഡെഫിനിഷൻ ഓഫ് ഗുഡ്നെസ്. എന്നുവെച്ചാൽ ഹയ്യസ്റ്റ് ലെവൽ ഓഫ് ഗുഡ്നെസ് ആണ്. ഒരു മനുഷ്യന് എത്രത്തോളം മാക്സിമം ഗുഡാകാവുന്നതിൻ്റെ ഹയ്യസ്റ്റ് ലെവലാണ് പടച്ചവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇതെല്ലാം കൂടെ ചെയ്ത് ഈ ലെവലിലാവാൻ ശ്രമിക്കുക എന്നല്ല, അത് നടക്കില്ല. പതുക്കെ 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 വർക്ക് ടുവേർഡ്സ് ഇറ്റ്. ചെറുതായിട്ട് അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എഫേർട്ട് മാത്രം മതി. അള്ളാഹ് ഓൾവേസ് ലുക്സ് അറ്റ് ദ എഫേർട്ട്, സിൻസിയർ എഫേർട്ട്. പടച്ചവനെ പറ്റിക്കാനല്ല, സിൻസിയറായിട്ട് ഈ ലെവലിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കുക എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. Got it? Subhanak Allahumma bihamdika wa nashhadu an la ilaha illa anta nastaghfiruka wa atubu ilayk. Allahumma salli ala sayyidina Muhammadin wa ala ali Muhammadin wa barik wa sallim. Rabbana taqabbal minna.